السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان الأدومان على خاتم الأنبياء والمرسلين നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, നമ്മൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഗ്രന്ഥകാരൻ ഷെയ്ഖ് യൂസുഫ് ഇബ്നുൽ ഹസൻ റഹിമഹുല്ല നൽകിയതിൽ അത്തഹാറത്തു മിനൽ ഹദസ്, ഹദസിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തൽ എന്ന ഒന്നാമത്തെ ഷർത്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്. പ്രസ്തുത ഷർത്ത് അഥവാ ഹദസിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്ന ഷർത്ത്, അതിൽ 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളിൽ മുതത്തഹിർ, ശുദ്ധി വരുത്തുന്നവൻ എന്ന ഭാഗമാണ് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. രണ്ടാമത്തേത് വമുതത്തഹിറും ബിഹി, ശുദ്ധി വരുത്തുവാനുള്ള ദ്രവ്യമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വ അമ്മൽ മുതത്തഹറു ബിഹി, എന്നാൽ ശുദ്ധി വരുത്തുവാനുള്ള വസ്തു ദ്രവ്യം ഫൽമാഉ തഹൂറു, അത് തഹൂറായ വെള്ളമാകുന്നു. അവി തുറാബു ഇൻദ അദമിഹി, ഔ അല്ലെങ്കിൽ അത്തുറാബ് മണ്ണാകുന്നു, ഇൻദ അദമിഹി അത് ഇല്ലാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ, ഇൻദ അദമിൽ മാ, ഔ അല്ലെങ്കിൽ ദററിൻ ഫി ഇസ്തിഅമാലിഹി, വെള്ളം ഉപയോഗിക്കുന്നതിൽ വിനകൾ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ. ഈ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നത്. അൽ മുതത്തഹറു ബിഹി, ശുദ്ധി വരുത്തുവാനുള്ള ദ്രവ്യം ഫൽമാഉ തഹൂർ, അത് തഹൂറാകുന്ന വെള്ളമാകുന്നു. എന്താണ് ആ വെള്ളം? പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മാഉ താഹിറു ഫി നഫ്സിഹി അൽ മുതഹിറു ലിഗൈരിഹി തുർഫഉ ബിഹിൽ അഹ്ദാസു വൻ നജാസാത്ത് എന്നാണ്. അൽ മാഉ താഹിറു ഫി നഫ്സിഹി, സ്വയം ശുദ്ധവും, അൽ മുതഹിറു ലിഗൈരിഹി മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതും, അങ്ങനെയുള്ള വെള്ളമാണ് അൽ മാഉ തഹൂർ. തുർഫഉ ബിഹിൽ അഹ്ദാസ്, അത്തരം വെള്ളം കൊണ്ടാണ് അശുദ്ധികളെ പോക്കുക, നീക്കുക. വൻ നജാസാത്ത്, നജസ്സുകളെയും. അപ്പം നജസ്സുകളെ പോക്കുന്ന, അശുദ്ധിയെ ഉയർത്തുന്ന, സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതുമായ വെള്ളം, അതാണ് അൽ മാഉ തഹൂർ. മഴവെള്ളം പോലെ അള്ളാഹു പറഞ്ഞില്ലേ, വ അൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ, നാം മുഖിലുകളിൽ നിന്ന് തഹൂറായ വെള്ളത്തെ അവതരിപ്പിച്ചു എന്ന്. വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല കാർമുകിലുകളിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് വെള്ളം അവതരിപ്പിക്കുന്നു, നിങ്ങളെ അത് മുഖാന്തരം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ശുദ്ധമായ, ശുദ്ധീകരിക്കുന്ന വെള്ളം, അതാണ് അൽ മാഉ തഹൂർ. പിന്നെ അസലായുള്ള വെള്ളം, അസലായിട്ടുള്ള വസ്തുക്കൾ, ഇപ്പോൾ സെൽജ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ബറദ് ഐസ്, ഇതൊക്കെ ശുദ്ധീകരിക്കാൻ, സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തവുമായ ദ്രവ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയിൽ വന്ന ദുആയിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബീദു മിനദ് ദനസ് അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ്. അല്ലാഹുമ്മ ഗ്സിൽ ഖതായായ, അല്ലാഹുവേ എൻ്റെ തെറ്റുകൾ നീ കഴുകണമേ, ബിൽ മാഇ വെള്ളം കൊണ്ടും, വസ്സൽജി മഞ്ഞുകൊണ്ടും, വൽ ബറദ് ഐസ് കൊണ്ടും. ഇപ്പോൾ വെള്ളം, മഞ്ഞ്, അതേപോലെ ആലിപ്പഴം, ഐസ് കട്ട, ഇതൊക്കെ ശുദ്ധീകരണത്തിനുള്ള ദ്രവ്യമാണ്. പിന്നെ അരുവികളിൽ നിന്ന്, ഉറവകളിൽ നിന്ന് നിർഗളിക്കുന്ന വെള്ളം, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫസലകഹു യനാബിഅ ഫിൽ അർദ്, ആകാശത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുന്ന മഴവെള്ളം തന്നെയാണ് ഭൂമിയിൽ നിന്ന് നിർഗളിക്കുന്നതായ വെള്ളം. സമുദ്രജലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ തഹൂറു മാഉഹു അൽ ഹില്ലു മൈതതുഹു, സമുദ്രജലം തഹൂറാകുന്നു എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുവാൻ കരണീയവുമാകുന്നു. അതുപോലെ മാഉ സംസം വെള്ളം, ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅ ബിസജ്ലിൻ മിൻ മാഇ സംസം ഫശരിബ മിൻഹു വതവദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, എന്നിട്ട് അതിൽ നിന്ന് പാനം ചെയ്യുകയും ഉദു ചെയ്യുകയും ഉണ്ടായി എന്നാണ്. അപ്രകാരം വെള്ളം എന്ന് പറയപ്പെടാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ ചില ശുദ്ധമായ വസ്തുക്കൾ കലർന്ന വെള്ളം,
വെള്ളത്തിൽ നജസല്ല, അശുദ്ധമല്ല, ശുദ്ധമായ വല്ലതും വീണ് അതിൻ്റെ നിറം മാറ്റമുണ്ടായി, മണം മാറ്റമുണ്ടായി, എന്നാലും വെള്ളം എന്ന പേര് പറയാവുന്ന അവസ്ഥയിലാണ് എങ്കിൽ അത്തരം വെള്ളം ചിലപ്പോൾ കാലപ്പഴക്കത്തിൽ അല്ലെങ്കിൽ വെള്ളം എടുത്ത പാത്രം, തോൽസഞ്ചി പോലുള്ളതൊക്കെയാണ് എങ്കിൽ നിറത്തിലും മണത്തിലൊക്കെ വ്യത്യാസം വന്നെന്ന് വരും. പക്ഷേ വെള്ളം എന്ന് പറയാമോ അതിനെ വ്യത്യാസപ്പെടുത്തിയത് താഹിറായ ശുദ്ധമായ വസ്തുവാണോ എങ്കിൽ അത് വുദൂഇന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരുടെ പുത്രിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ കുളിപ്പിച്ച വേളയിൽ കുളിപ്പിക്കുവാൻ ഉപയോഗിച്ച വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇഗ്സിൽനഹ സലാസൻ ഔ ഖംസൻ ഔ അക്സറ മിൻ ദാലിക് ഇൻ റഅയ്തുന്ന ബിമാഇൻ വസിദ്രിൻ വജഅൽന ഫിൽ ആഖിറതി കാഫൂറൻ. വെള്ളവും താളിയും ഉപയോഗിച്ച് കുളിപ്പിക്കാൻ പറഞ്ഞു. അവസാനത്തെ കുളിപ്പിക്കാനുള്ള വെള്ളത്തിൽ കാഫൂർ, കർപ്പൂരം കലർത്താൻ പറഞ്ഞു. അതൊരു തരം സുഗന്ധദ്രവ്യമാണ്. അപ്പോൾ ആ സുഗന്ധദ്രവ്യം കലർത്തിയ വെള്ളം അത് കുളിപ്പിക്കാൻ ഉപയോഗിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ ഉമ്മുഹാനി ബിൻത് അബി താലിബ് റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മൈമൂന ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹയും തിരുദൂതരുടെ പത്നിയും ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചു എന്നാണ്. ഫി ഖസ്അത്തിൻ ഫീഹ അസറുൽ അജീൻ, ആ പാത്രത്തിൽ മാവ് കുഴച്ചതിൻ്റെ അടയാളമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാം ഇബ്നു ഹസം ബാഹിരിയെ പോലുള്ളവർ, വകുല്ലു മാഇൻ ഖാലതഹു ഷൈഉൻ താഹിറുൻ മുബാഹുൻ ഫളഹറ ഫീഹി ലൗനുഹു വരീഹുഹു വതഅമുഹു ഇല്ലാ അന്നഹു ലം യുസൽ അൻഹു ഇസ്മുൽ മാ ഫൽ വുദൂഉ ബിഹി ജായിസുൻ വൽ ഗുസ്ലു ബിഹി ലിൽ ജനാബത്തി ജായിസുൻ. താഹിറായ ശുദ്ധമായ മുബാഹ് അനുവദനീയമായ ഏതൊരു വസ്തു കലർന്ന വെള്ളവും ഫളഹറ ഫീഹി ലൗനുഹു വരീഹുഹു വതഅമുഹു, ആ വസ്തുവിൻ്റെ നിറമോ മണമോ രുചിയോ ആ വെള്ളത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ഇല്ല അന്നഹു ലം യുസൽ അൻഹു ഇസ്മുൽ മാ, വെള്ളം എന്ന പേര് അതിൽ നിന്ന് പോയിട്ടില്ല, അതിനെക്കുറിച്ച് വെള്ളം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഫൽ വുദൂഉ ബിഹി ജായിസുൻ, വുദു അതുകൊണ്ട് അനുവദനീയമാണ്. അതേപോലെ വൽ ഗുസ്ലു ബിഹി ലിൽ ജനാബത്തി ജായിസുൻ, ജനാബത്തിന് വേണ്ടി ആ വെള്ളം കൊണ്ട് കുളിക്കൽ അനുവദനീയവുമാണ്. അതിന് തെളിവായി അദ്ദേഹം പറഞ്ഞത് ബുർഹാനു ദാലിക് ഖൗലുഹു തആല ഫലം തജിദു മാഅൻ, നിങ്ങൾ വെള്ളം കണ്ടില്ല എങ്കിൽ തൈമം ചെയ്യാനാണ്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നിടത്തോളം കാലം അത്തരം വെള്ളം ഉപയോഗിക്കാം എന്നുള്ളതാണ്. ജ്യൂസ്, അതേപോലെ ഉള്ള ദ്രവ്യങ്ങൾ, ദ്രാവകങ്ങൾ, അതിന് വെള്ളം എന്ന പേര് പോയി, അത് ജ്യൂസായി മാറി. അതുകൊണ്ട് തന്നെ അതിനെ തൊഹൂറായ വെള്ളം എന്ന് പറയില്ല. സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കെൽപ്പുറ്റതുമായ വെള്ളം എന്ന് പറയില്ല. കാരണം എന്താണ്, അതിന് വെള്ളം എന്നുള്ള പേര് ഇല്ല എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്നിട്ട് ഇത് വെള്ളമാകുന്നു എന്ന് പറയില്ല ആരും. അപ്പോൾ അതിന് വെള്ളം എന്നുള്ള പേര് പോയി. അപ്പോൾ വെള്ളം എന്ന പേര് പോകാത്ത വിധം മുബാഹായ താഹിറായ വസ്തു കലർന്ന് നിറമോ മണമോ രുചിയോ മാറ്റം വന്നാൽ പോലും അത്തരം വെള്ളം വുദുവിന് ഉപയോഗിക്കാം, കുളിക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ ഇബ്നു ഹസം അബ്ബാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്. നജസ് വീണ വെള്ളം വെള്ളത്തിൻ്റെ മണത്തെയോ ഗുണത്തെയോ വർണ്ണത്തെയോ മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത്തരം വെള്ളം ശുദ്ധീകരണ യോഗ്യമല്ല, അത് അൽമാ ഉൻ നജിസ്, നജിസായ വെള്ളമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽമാ ഉ ഇദാ തഗയ്യറ ബിൻ നജാസാത്ത് ഫഇന്നഹു യൻജുസു ബിൽ ഇത്തിഫാഖ്, നജസ് വീണ് വെള്ളം വ്യത്യാസപ്പെട്ടാൽ ആ വെള്ളം നജസാവും. ഇമാം ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, أجمع العلماء على أن الماء القليل والكثير إذا وقعت فيه نجاسة فغيرت له طعما أو لونا أو ريحا فهو نجس. أجمع العلماء പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു على أن الماء القليل കുറച്ച് വെള്ളം, والكثير കൂടുതൽ വെള്ളം, إذا وقعت فيه نجاسة അതിൽ നജസ് വീണാൽ فغيرت له طعما أو لونا أو ريحا, ആ നജസ് ആ വെള്ളത്തിൻ്റെ രുചിയെയോ നിറത്തെയോ മണത്തെയോ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഫഹുവ നജിസുൻ, ആ വെള്ളം നജിസായ വെള്ളമാണ്, അത് ശുദ്ധി വരുത്താൻ യോഗ്യമല്ല. ഉപയോഗിച്ച വെള്ളം തഹൂറായ വെള്ളമാണ്, നജസ് നീക്കുന്നതിന് ഉപയോഗിക്കാത്തിടത്തോളം കാലം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ കാണാം, തിരുദൂതരുടെ ഭാര്യമാർ ഒരു ജഫ്നയിൽ നിന്ന്, ജഫ്ന എന്ന് പറഞ്ഞെങ്കിൽ വലിയ താലം, പാത്രം, അതിൽ നിന്ന് കുളിക്കുകയുണ്ടായി. ഫജാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദഅ മിൻഹ, അതിൽ നിന്ന് ഒളു ചെയ്യുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഫഖാലത്ത് ലഹു, അപ്പോൾ ആ കുളിച്ച ഭാര്യ തിരുദൂതരോട് പറഞ്ഞു, യാ റസൂലുള്ളാഹി ഇന്നി കുൻതു ജുനുബൻ, റസൂലെ ഞാൻ ജനാബത്തുകാരിയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, ഇന്നൽ മാഅ
ലാ യുജ്നിബ്, വെള്ളത്തിന് ജനാബത്ത് ഏൽക്കുകയില്ല. അപ്പോൾ ഉപയോഗിച്ച വെള്ളം അത് ഉപയോഗിക്കാം ശുദ്ധീകരണത്തിന് എന്നതിൻ്റെ തെളിവുകൾ ഇതുപോലെ വേറെയുമുണ്ട്. ഇപ്പോൾ റുബയ്യ ബിൻ മുഅവ്വദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂവിനെ വിശദീകരിച്ച് പറയവേ പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ ബിറഅ്സിഹി മിൻ ഫദ്ലി മാഇൻ കാന ഫീ യദി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ശിഷ്ടജലം കൊണ്ട് തല തടവുകയുണ്ടായി എന്ന്. പിന്നെ ഒരാൾ ഉപയോഗിച്ചതിൻ്റെ ശിഷ്ടജലം അതൊരിക്കലും നജ്സാവുകയില്ല, നജസ് നീക്കാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത വെള്ളമാണ് എങ്കിൽ. കാരണം ഒരു മുഅ്മിൻ ഒരിക്കലും നജസല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയ ഒരു ചരിത്രമുണ്ട്. അന്ന് അബൂ ഹുറൈറ വലിയ ശുദ്ധിക്കാരനായിരുന്നു, ജനാബത്തുകാരനായിരുന്നു. തിരുദൂതർ അബൂ ഹുറൈറയെ കണ്ടുമുട്ടിയപ്പോൾ അബൂ ഹുറൈറയുടെ കൈ പിടിച്ച് നടന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരിക്കാതെ മെല്ലെ അവിടുന്ന് ഊരിപ്പോന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതെ മെല്ലെ കിഴിഞ്ഞു പോന്നു. അങ്ങനെ അബൂ ഹുറൈറ പറയാണ്, ഞാൻ പോയി കുളിച്ചു മടങ്ങി വന്നു തിരുദൂതരുടെ അടുക്കൽ ഇരുന്നപ്പോൾ തിരുദൂതർ ചോദിച്ചു, അയിന കുൻത യാ അബാ ഹിർ, അബൂ ഹുറൈറ നിങ്ങളെവിടെയായിരുന്നു? അപ്പോൾ അബൂ ഹുറൈറ പറയാണ്, ഞാൻ പറഞ്ഞു കുൻതു ജുനുബൻ ഫകരിഹ്തു അൻ ഉജാലിസക വ അന അല ഗൈരി തഹാറ, ഞാൻ ജനാബത്തുകാരനായിരുന്നു, ശുദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയത് എന്നർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ അബാ ഹിർ ഇന്നൽ മുഅ്മിന ലാ യൻജുസ്, അള്ളാഹു പരിശുദ്ധൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അബൂ ഹുറൈറ ഒരു സത്യവിശ്വാസി ഒരിക്കലും നജിസാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഉപയോഗിച്ച വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം ഇബ്നു ഖുദാം അൽ മഖ്ദിസി പറഞ്ഞില്ലേ, വലിഅന്നഹു മാഉൻ താഹിറുൻ ലാഖ മഹല്ലൻ താഹിറൻ, താഹിറായ വെള്ളമാണ്. താഹിറായ ഒരു സ്ഥലത്തെ കണ്ടുമുട്ടിയപ്പോൾ ഒരാൾ താഹിറാണ്, അയാളെ ഏറ്റ വെള്ളമാണത്. ചിലർ പാത്രത്തിൽ കൈയിട്ട് ഒതു ചെയ്യാൻ പ്രയാസപ്പെടും. പാത്രത്തിൽ കൈയിട്ട് ഒതു ചെയ്താൽ ഉപയോഗിച്ച വെള്ളമാണ് വീണ്ടും ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വസ്വാസാണ് അത്തരക്കാർക്കുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകം ഉണർത്തുന്നത്. അംർ ഇബ്നു യഹ്യ തൻ്റെ പിതാവ് യഹ്യയിൽ നിവേദനം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, കാന അമ്മി യുക്സിറു മിനൽ വുദു, എൻ്റെ പിതൃ സഹോദരൻ വുദു കൂടുതൽ ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അഖ്ബിർനി കൈഫ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് വുദു ചെയ്തിരുന്നത് എന്ന് എന്നോട് പറഞ്ഞാലും. ഫദഅ ബി തൗരിൻ മിമ്മ, അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. തൗർ നടത്തുന്നെങ്കിൽ ഒരു തളികയിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഫകഫ അല യദൈഹി, അദ്ദേഹം ആ തളികയിൽ നിന്ന് തൻ്റെ കൈയിലേക്ക് ചൊരിഞ്ഞു, രണ്ട് കൈകളിലേക്കും. ഫഗസലഹുമ സലാസ മറാത്ത്, എന്നിട്ട് 3 പ്രാവശ്യം ആ കൈകളെ കഴുകിയിട്ട് സുമ്മ അദ്ഖല യദഹു ഫി തൗർ, പിന്നീട് അദ്ദേഹം തൻ്റെ കൈ ഈ തളികയിലേക്ക് പ്രവേശിപ്പിച്ചു. ഫമദ്മദ വസ്തൻസറ സലാസ മറാത്തിൻ മിൻ ഗർഫത്തിൻ വാഹിദ, ഒരൊറ്റ കോറിൽ അദ്ദേഹം കൊപ്പിളിക്കുകയും വായിൽ വെള്ളം ചുറ്റി തുപ്പുകയും അതേപോലെ 3 പ്രാവശ്യം അദ്ദേഹം മൂക്കിൽ വെള്ളം പ്രവേശിച്ച് ചീറ്റുകയും ചെയ്തു എന്നാണ്. പിന്നെ സുമ്മ അദ്ഖല യദഹു ഫഗ്തറഫ ബിഹ, പിന്നെ പാത്രത്തിലേക്ക് വെള്ളം കൈ പ്രവേശിപ്പിച്ചിട്ട് അതിൽ നിന്ന് കോരി എന്നാണ്. ഫഗസല വജ്ഹഹു സലാസ മറാത്ത്, എന്നിട്ട് 3 തവണ തൻ്റെ മുഖം കഴുകി. സുമ്മ ഗസല യദൈഹി ഇലൽ മിർഫഖൈനി മറത്തൈൻ, ഇങ്ങനെ ഹദീസിൽ ഇതിനെ തുടർച്ചയിൽ കാണാം. എന്നിട്ട് അദ്ദേഹം ഹാകദാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദ, ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഉപയോഗിച്ച വെള്ളം, ശിഷ്ടജലം, അത് ഉപയോഗിക്കാം, ശുദ്ധീകരിക്കുവാൻ, അത് തഹൂറായ വെള്ളത്തിൻ്റെ ഹുക്കുമിലാണ്, വിധിയിലാണ് എന്നുള്ളതാണ്. ഇതുപോലെ ചൂടാക്കിയ വെള്ളം, അതും ശുദ്ധീകരണത്തിന് യോഗ്യമായ വെള്ളമാണ്. ഹദീസുകളിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാന യുസഖ്ഖനു ലഹുൽ മാ ഫി ഖുംഖുമിൻ വയഗ്തസിലു ബിഹി, ചെമ്പ് പോലുള്ള പാത്രത്തിനാണ് ഖുംഖും എന്ന് പറയാം. അതിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കപ്പെടുമായിരുന്നു, എന്നിട്ട് അദ്ദേഹം അതുകൊണ്ട് കുളിക്കുമായിരുന്നു. അതേപോലെ കാന യഗ്തസിലു ബിൽ ഹമീം, ചുടുവെള്ളം കൊണ്ട് അദ്ദേഹം കുളിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, നമ്മളിവിടെ വിശദീകരിച്ചത് ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യം അൽ മുത്തത്തഹിറു ബിഹി എന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽമാ തഹൂർ, തഹൂറായ വെള്ളമാകുന്നു. ഏതാണ് ഈ തഹൂറായ വെള്ളം? ആ വെള്ളങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു
ക്ലാസ്സിൽ പറഞ്ഞത് തഹൂറായ വെള്ളം എന്ന് പറയുമ്പോൾ താഹിറായ വെള്ളമുണ്ട്, അതേപോലെ നജിസായ വെള്ളമുണ്ട്. താഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ അത് സ്വയമേവ ശുദ്ധമായിരിക്കും, പക്ഷേ മറ്റൊന്നിനെ ശുദ്ധീകരിക്കുവാൻ അത് പര്യാപ്തമാവുകയില്ല, മതിയാവുകയില്ല. അതിന് വെള്ളം എന്നുള്ള പേര് തന്നെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അതിന് അൽമാ ഉത്താഹിർ എന്ന് പറയുന്നത് തന്നെ ചിലർ നിരൂപിച്ചിട്ടുണ്ട്. അൽമാ ഉത്താഹിർ മാ ഖാലത്തഹു താഹിറുൻ ഫഗയ്യർ അസ്മഹു എന്നാണ്. ഫഗയ്യർ അസ്മഹു, താഹിറായത് വീണ് വെള്ളം എന്ന പേര് പോയതാണ് അല്ലെങ്കിൽ മാറിയതാണ്. ഇപ്പോൾ സുർക്ക, അതേപോലെ പെയിൻറ്റ്, ജ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ ദ്രാവകങ്ങളാണ്, പക്ഷേ അതിന് വെള്ളം എന്ന് പറയില്ല. അബൂ ഖൽദ അബുൽ ആലിയയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു വ്യക്തി അസാബത്ത് ജനാബ, അയാൾക്ക് ജനാബത്ത് ഏറ്റു. വലൈസ ഇൻദഹു മാഉൻ, അയാളുടെ അടുത്ത് വെള്ളമല്ല. വ ഇൻദഹു നബീദുൻ, അയാളുടെ അടുത്തുള്ളത് നബീദാണ്. നബീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്തിരിച്ചാറ്. അയഗ്തസിലു ബിഹി, അത്തരം വ്യക്തികൾ ആ മുന്തിരിച്ചാറ് ഉപയോഗിച്ച് കുളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കാലല, പറ്റില്ല എന്ന് പറഞ്ഞു. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ല ഒരധ്യായത്തിന് പേര് നൽകിയത് തന്നെ ബാബുൻ ലാ യജൂസുൽ വുദൂഉ ബിൻ നബീദി വലാ അൽ മുസ്കിർ വകരിഹുൽ ഹസനു അബുൽ ആലിയ എന്നാണ്. ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ലാ യജൂസുൽ വുദൂഉ, വുദൂ അനുവദനീയമല്ല, ബിൻ നബീദ്, നബീദ് കൊണ്ട്, മുന്തിരിച്ചാറ് കൊണ്ട്, വലൽ മുസ്കിർ, ലഹരി വസ്തുക്കൾ കൊണ്ട്, ലഹരി ഉണ്ടാക്കുന്ന പാനീയങ്ങൾ കൊണ്ട്. വകരിഹു അൽ ഹസനു അബുൽ ആലിയ, ഹസനുൽ ബസ്രിയും അബുൽ ആലിയയും അത് വെറുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പാടില്ലെന്ന് കണ്ടിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല ഉണർത്തുകയുണ്ടായത്. ഒരു അധ്യായത്തിന് പേര് നൽകിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഗ്രന്ഥകാരൻ അൽ മുതത്തഹറു ബിഹി എന്നതിനെ വിശദീകരിച്ച് പറഞ്ഞു ഫൽമാ ഉ തഹൂർ, അത് തഹൂറായ വെള്ളമാകുന്നു. അപ്പോൾ എന്താണ് ആ തഹൂറായ വെള്ളം? ഏതൊരു വെള്ളത്തിനാണ് ആ തഹൂർ എന്ന് പറയുക? സ്വയം ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തവുമായ വെള്ളം എന്ന് പറയുക. ആ വെള്ളങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇനി അവി തുറാബു ഇൻദ ആദമിഹി ഔ ദററിൻ ഫി ഇസ്തിഅമാലിഹി, വെള്ളമില്ലാത്തപ്പോൾ മണ്ണ് ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യമാണ്. അല്ലെങ്കിൽ ഔ ദററിൻ ഫി ഇസ്തിഅമാലിഹി, വെള്ളം ഉപയോഗിക്കുന്നതിൽ വിനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ മണ്ണ് ശുദ്ധീകരിക്കുവാനുള്ള ദ്രവ്യമാണ്. തയമ്മമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. വെള്ളം ലഭിക്കാതിരുന്നാൽ, ഇല്ലാതിരുന്നാൽ, ആ ഇല്ലാതിരിക്കുന്നതിൻ്റെ ഹുക്കുമിൽ ഏതൊക്കെ വിഷയങ്ങൾ വരും? മണ്ണ് മാത്രമാണോ തയമ്മമിന് പറ്റുക? മറ്റു താഹിറായ ശുദ്ധമായ ദ്രവ്യങ്ങൾ അത് ഉപയോഗിക്കാൻ പറ്റുമോ? വെള്ളം ഉപയോഗിച്ചാൽ ഉപദ്രവമുണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഉപദ്രവങ്ങൾ? തുടങ്ങിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം വിശദമായി. നമ്മൾ ഇമാം യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നുൽ മബ്രദ് എന്ന പണ്ഡിതൻ്റെ ഫുറൂഉൽ ഫിഖ്ഹിൽ അതിൻ്റെ വിശദീകരണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുറൂഉൽ ഫിഖ് എന്ന് പറയുന്ന കിതാബ് അത് വളരെ ചുരുക്കി സംക്ഷിപ്തമായിട്ടുള്ള ഒരു രചനയാണ്. അതിൻ്റെ വരികൾ, വാചകങ്ങൾ അത് വലിയ ആശയങ്ങളെയാണ് ദ്യോതിപ്പിക്കുന്നത്. ആ ആശയങ്ങളെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, അതിൻ്റെ വിശദീകരണങ്ങളെ ഉണർത്തിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരു പഠനം അവന് പ്രീതിപ്പെട്ട ഒരു അമലാക്കി അവൻ്റെ അർശിങ്കൽ സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.